കണ്ണൂർ കോർപ്പറേഷനിൽ വിജിലൻസ് റെയ്ഡ്. ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട പരാതിയിലാണ് പരിശോധന. വിജിലൻസ് ഫിനാൻഷ്യൽ വിംഗും രേഖകൾ പരിശോധിച്ചു. കണ്ണൂർ കോർപ്പറേഷന്റെ ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിൽ നടന്ന ബയോമൈനിങ്ങിൽ കോടികളുടെ അഴിമതി നടന്നുവെന്ന പരാതിയിലാണ് വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചത്. വിജിലൻസും ഫിനാൻഷ്യൽ വിംഗും ഒരേ സമയമാണ് കണ്ണൂർ കോർപ്പറേഷനിൽ രേഖകൾ പരിശോധിച്ചത്. ചൊവ്വാഴ്ച രാവിലെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ നീണ്ടു. വിജിലൻസ് ഇൻസ്പെക്ടർ സി സുനിൽകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മേയറായിരുന്ന കാലത്താണ് ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ കെട്ടിക്കിടക്കുന്ന മാലിന്യം നീക്കാൻ റോയൽ വെസ്റ്റേൺ പ്രൊജക്ടിന്റെ നേതൃത്വത്തിലുള്ള കൺസോർഷ്യത്തിന് കരാർ നൽകിയത്. ഈ കമ്പനിക്ക് മാലിന്യം നീക്കം ചെയ്യാതെ കണക്കിൽ കൃത്രിമം കാട്ടി പണം നൽകി എന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വിജിലൻസിന് ലഭിച്ചത്. 24,042 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്ത് 86 ലക്ഷം രൂപ നൽകേണ്ട സ്ഥാനത്ത് 2,63 ലക്ഷം രൂപ ബയോമൈനിംഗ് നടത്തിയ കമ്പനിക്ക് നൽകിയതായി എജിയുടെ റിപ്പോർട്ടിലുമുണ്ട്. ഇതാണ് ക്രമക്കേടായി ചൂണ്ടിക്കാട്ടുന്നത്. 1,77 ലക്ഷം രൂപ അധികം നൽകി എന്നാണ് പരാതി. 73,502 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്തു എന്നാണ് ബുക്കിൽ രേഖപ്പെടുത്തിയത്. കോഴിക്കോട് NIT നടത്തിയ ഡ്രോൺ പരിശോധനയിലാണ് ഇത്രയും മാലിന്യം അവിടെ നിന്നും നീക്കം ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയത്. കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലർ കെ പ്രദീപനും വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട്. മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹൻ നേതൃത്വത്തിൽ വൻ അഴിമതി നടന്നതായും ഇതിന്റെ പങ്ക് പറ്റിയവർ ഉണ്ടെങ്കിൽ അവരെയും കണ്ടെത്തണമെന്നാണ് പരാതിയിൽ പറയുന്നത്. മുൻ നഗരസഭാ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായിരുന്ന പ്രശാന്ത് ബാബു വർഷങ്ങൾക്ക് മുമ്പേ ചേലോറ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. ബയോമൈനിങ്ങുമായി ബന്ധപ്പെട്ടും പ്രശാന്ത് ബാബു കോഴിക്കോട് വിജിലൻസ് എസ്പിക്കും മന്ത്രി MB രാജേഷിനും പരാതി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും പരാതി നൽകി. ലഭിച്ച പരാതികളിൽ പ്രാഥമിക പരിശോധനയാണ് വിജിലൻസ് ആരംഭിച്ചിട്ടുള്ളത്. രേഖകൾ മുഴുവൻ പരിശോധിച്ച ശേഷം മാത്രമേ കേസ് എടുക്കണമോ എന്ന് തീരുമാനിക്കുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.